കർത്താവിന് മഹത്വം. ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതിന് സ്തോത്രം ചെയ്യാം. എല്ലാ മാന്യ സഹോദരങ്ങളെയും ഈ പ്രഭാതത്തിൽ വന്ദനം ചെയ്യുന്നു. ജീവനുള്ള കാലത്തോളം ദൈവത്തിന് കീർത്തനം ചെയ്യാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കാൻ, വാഴ്ത്തുവാൻ, അവിടത്തേക്ക് മഹത്വം കരയറ്റാൻ സ്വർഗശക്തനായ ദൈവം നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ടായിരുന്ന, സമ്പാദ്യങ്ങൾ തൻ്റെ പിതാവിനുണ്ടായിരുന്ന, ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച, യെരുശലേം കൗൺസിലെ മെമ്പറായിരുന്ന, ഗമാലിയലിൻ്റെ പദവിടത്തിൽ നിന്ന് പഠിച്ച, ഡിഗ്രികൾ ഒത്തിരി നേടിയ പൗലോസ് പറയുന്ന പ്രസ്താവന നമ്മൾ മറന്നു പോകരുത്. എങ്കിലും ഞാനായിരിക്കുന്നത് കൃപയാൽ ആകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിലും അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. ഞാനായിരിക്കുന്നത് കൃപയാൽ ആകുന്നു, കൃപയാൽ ആകുന്നു, കൃപയാൽ ആകുന്നു. എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? പൗലോസ് പറയുകയാണ്, എനിക്ക് നൽകിയ ദാനങ്ങളെല്ലാം എൻ്റെതല്ല, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയാനിടയായത്. കേവലം ഇടയെ ചെറുക്കനായിരുന്ന, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന, കുടുംബത്തിൽ നിന്ന് പോലും പ്രാധാന്യം കിട്ടാതിരുന്ന ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ മൊത്തം രാജാവാക്കിയപ്പോൾ ദാവീദിന് പറയാനുള്ളത് മറ്റൊന്നുമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ, അടിയൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് ചോദിച്ച ദൈവസന്നിധിയിൽ കരയുകയാണ്. 16-ാം സങ്കീർത്തനം ദാവീദ് പറയുന്ന, യഹോവേ, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല, വരുന്ന നന്മകളെല്ലാം എൻ്റെ ദൈവത്തിങ്കൽ നിന്നാണ് എന്ന് വ്യക്തമായി വിളിച്ചു പറയാൻ ദാവീദിന് കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല. ഒരു രോഗം വന്നാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ആരോഗ്യം തരുന്ന ദൈവത്തിന്, സൗഖ്യം തന്ന ദൈവത്തിന്, ജോലി ചെയ്യാൻ ഇടയാക്കിയ ദൈവത്തിന്, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയൊക്കെ തന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദി പറയാൻ തയ്യാറാകണം. നടത്തിയ വിധങ്ങൾ ഒന്നോർക്കണമേ. എൻ്റെ കൈ സമ്പത്തുണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ, അടിമ വീടായ നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ സ്വന്തം കഴിവുകൊണ്ട് ഇങ്ങനെ നടന്നു വന്നു എന്ന് പറയരുത്. തേളും പാമ്പുമുള്ള മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയപ്പോൾ വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിയില്ല. മരുഭൂമിയിൽ അർഹിക്കാത്ത ഇടത്ത് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവത്തിൻ്റെ ശ്രേഷ്ഠക്കരുതലുകൾ വെളിപ്പെട്ട അനേക നിമിഷങ്ങൾ തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചത് നീ ചോദിക്കാത്ത ഇടത്തേക്ക്, ചിന്തിക്കാത്ത ഇടത്തു നിന്നും നിനക്ക് വേണ്ടി മാംസത്തെ വരുത്തി തന്നതും ഒന്നും ഇസ്രായേൽ ജനമേ മറന്നു പോകരുത്. അതുകൊണ്ട് നിൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ ബലം കൊണ്ടല്ല, നിൻ്റെ മിടുക്ക് കൊണ്ടല്ല, നിൻ്റെ ശക്തി കൊണ്ടല്ല നീ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. ധൈര്യത്തോടെ പറ, ഞാനും എൻ്റെ കുടുംബവുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ല, കൃപയല്ല, കൃപയല്ല. പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നന്ദി പറയാം. ആയുസ്സിന് സ്തോത്രം ചെയ്യാം, ആരോഗ്യത്തിന് സ്തോത്രം ചെയ്യാം, ബലത്തിന് സ്തോത്രം ചെയ്യാം, കുടുംബജീവിതത്തിന് സ്തോത്രം ചെയ്യാം, തലമുറകൾക്ക് സ്തോത്രം ചെയ്യാം, നല്ല ഉപജീവന മാർഗത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന ശ്രേഷ്ഠനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം.
ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിൻ്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. 54 അധ്യായം തുടങ്ങുന്ന പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർക്ക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് പറഞ്ഞ് ധൈര്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിൻ്റെ കൂടാരത്തിൻ്റെ അതിരുകളെ വിസ്താരമാക്കേണ്ടതിൻ്റെയും നിൻ്റെ യൗവനത്തിലെ ലജ്ജയും നിന്നെയും അപമാനവും നീ മറക്കുമെന്നും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ലജ്ജിക്കപ്പെട്ടവരോടും വേദനിക്കപ്പെട്ടവരോടും വൈധവ്യം എന്ന് വെച്ചാൽ ആരും സഹായമില്ലാതെ തളർന്നും തകർന്നുമിരിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് അടുത്ത വാക്ക് എഴുതുക, ഭയപ്പെടണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല കേട്ടോ, നിൻ്റെ വൈധവ്യത്തിലെ നിന്നതിനെ നീ ഓർക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുറിവാക്യം തുടങ്ങുക. അപ്പം വൈധവ്യം വന്നതുപോലെ അക്ഷരികമായിട്ടല്ല ഞാൻ പറയുന്നത്, ആരും ആശ്രയിക്കാൻ, ആരും സഹായിക്കാൻ, ആര് കരുതാൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട അവസ്ഥ വരും. പക്ഷേ അവിടെ ആ വൈധവ്യത്തിൽ നിൻ്റെ സൃഷ്ടിതാവ് നിൻ്റെ ഹസ്ബൻഡിനെ പോലെ നിന്നെ കരുതുവാൻ, നിന്നെ നടത്തുവാൻ, വേണ്ടത് ചെയ്തു തരാൻ, ഗൈഡ് ചെയ്യാൻ, ഒറ്റപ്പെട്ടവരോട് പറയുന്നു, അങ്ങനെയുള്ള ഒരു സൃഷ്ടാവ് നിൻ്റെ കൂടാരത്തിനകത്ത് ഇന്ന് പകലിറങ്ങി വരിക. ഞാനിനി ഒറ്റയ്ക്കാണ്, എന്നെക്കൊണ്ടിത് നടക്കില്ല, എങ്ങനെ മൂവ് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടുത്തെ വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ഓ ഹല്ലേലൂയ, സൃഷ്ടാവ് നമ്മുടെ നായകനാണ്. സൃഷ്ടാവ് നായകനായി നിൻ്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ ഭയപ്പെടണോ? അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, അനാദിയായും ശാശ്വതമായ ദൈവം, തലമുറ തലമുറയായി സങ്കേതമായവൻ, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കുന്നവൻ, അബ്രഹാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ, നിൻ്റെ സൃഷ്ടാവായി, നിൻ്റെ ഭർത്താവായി, നിൻ്റെ കർത്താവായി കൂടെയുള്ളപ്പോൾ ഇനി നിരാശപ്പെടല്ലേ, ഇനിയും തളരരുത്. തളരുന്നവർ, വേദനിക്കുന്നവരോട് ഒക്കെ ഇന്നുള്ള ദൂതിതാണ്, നിൻ്റെ സൃഷ്ടാവ് നിൻ്റെ ഭർത്താവാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ വരുന്ന സകല ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും നിർത്തൽ ചെയ്യാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇറങ്ങി നിന്നോടൊപ്പം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, വെല്ലുവിളികളെ കണ്ട് ഒറ്റയ്ക്ക് തളർന്നു പോകും, എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്നവരോട് വചനത്തിന് പറയാനുള്ള ശക്തവും വ്യക്തവുമായ സന്ദേശമാണ്, നീ സേവിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്, നീ ഒറ്റയ്ക്കല്ല. ഒരാർമിയുടെ നായകൻ, ആ സൈന്യത്തിൻ്റെ ദൈവത്തിൻ്റെ തോപ്പിച്ച ഒരു ചരിത്രമെങ്ങും കണ്ടിട്ടില്ല. അവിടുത്തെ കൈ നീട്ടി അത് മടക്കിയതാരുമില്ല. അവിടുത്തെ വാക്കുകൾ ശക്തമായി പുറത്തു വന്നപ്പോൾ അതിനെ ദുർബലമാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അവിടുന്ന് നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നതാര്? അവിടുത്തെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നതാര് എന്ന് ചോദിക്കുന്ന ദൈവശബ്ദം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പ്രവർത്തിച്ചിരിക്കുന്നു, അനുഷ്ഠിച്ചിരിക്കുന്നു, തുറന്നിരിക്കുന്നു. മുമ്പോട്ട് വരാൻ നിന്നോട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിൻ്റെ വീണ്ടെടുപ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുത്തവൻ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ദുഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്തവൻ മറ്റാരുമല്ല, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ. പരിശുദ്ധനായ ദൈവം, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസിയായ ദൈവം നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റതിന് കയറി വരാൻ പറ്റാത്ത ഒത്തിരി സന്ദർഭങ്ങളിൽ നീ കുഴഞ്ഞു പോയപ്പോഴും ബലമുള്ള കൈകൊണ്ട് നിന്നെ വീണ്ടെടുത്ത് ബലത്തോടെ സ്ഥിരമായി പാറമൽ നിർത്തി നിൻ്റെ വായ്ക്കകത്ത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പാട്ടുകൾ തന്ന ശക്തിയോടെ നിൻ്റെ പുറത്തു കഴിഞ്ഞ നാൾ പാടുവാൻ കഴിയാതെ വിഷാദത്തോടെയും
എന്ന മനസ്സോടെ ആയിരുന്നപ്പോൾ സ്തുതി എന്ന മേലാട നിന്നെ അണിയിച്ച് ആത്മശക്തിയോടെ പുറത്തു കൊണ്ടുവന്ന നിന്റെ പരിശുദ്ധൻ്റെ ശക്തി ഇന്നു പകൽ ജനമെ മറന്നു പോകരുത്. ഹല്ലേലൂയ. സർവഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു കേട്ടോ. അവൻ സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും നടുക്കടലിലായിരിക്കുന്ന വിഷയത്തിലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന അനാഥത്വം പേറുന്നവരോട് പറയുന്നു, നിന്റെ സൃഷ്ടിതാവ് നിന്റെ കൂടെ ഇറങ്ങി വരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്റെ ഹസ്ബൻഡായി, നിന്റെ വൈഫായി, യെസ് നിന്റെ അമ്മയായി, അപ്പനായി കൂടെ ഇരിക്കുന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തവൻ. ഹല്ലേലൂയ. അപ്പന് കരുണ തോന്നുന്ന പോലെ കരുണ തോന്നുന്നവൻ, ആശ്ലേഷിക്കുന്നവൻ, അടുത്തു വരുന്നവൻ, യെസ് ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ള അറിയിക്കുന്ന സൃഷ്ടിതാവായ ദൈവം, പരിശുദ്ധനായ ദൈവം, സർവഭൂമിയുടെ നാഥനായ ദൈവം. എൻ്റെ ദൈവം എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയത്തില്ലേ അല്ലേ? ഈ ദൈവം എന്നൊന്നേക്കും എൻ്റെ ദൈവമാണ്. അവിടുന്ന് എൻ്റെ ജീവൻ എന്ന് ധൈര്യത്തോടെ പറ. ആശ പറഞ്ഞതുപോലെ അവിടുന്ന് എൻ്റെ വലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ കഷ്ടമായി പോയല്ലോ, മറ്റുള്ളവർ ബാധിക്കപ്പെടുന്നില്ല, അവർ കഷ്ടത്തിലാകുന്നില്ല, ഞാൻ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകിയത് വ്യർത്ഥം. പക്ഷേ അവിടെ വചനം വിളിച്ചു പറയുന്നു, മുട്ടുമടക്കിയ ഭക്തൻ പിന്നെ പറയുന്നു, എൻ്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അവനാരാന്ന് എനിക്കറിയാം. ഇന്ന് പകൽ വിശ്വസിച്ചിട്ട് പറ, നിൻ്റെ സൃഷ്ടിതാവ് വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല. ഏത് സമയത്തും ഇറങ്ങി വന്നാൽ കഷ്ടതയുടെ തീച്ചൂളയിലും വേദനയിലും സങ്കടത്തിലും ഇറങ്ങി വന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു. പിതാവേ, ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഒളിസ്മിൻ്റെ പവർ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ജനമാത്മാവിൽ ശക്തരാകട്ടെ, അഭിഷേകത്തോടെ വരട്ടെ. വൈധവ്യങ്ങളിലൂടെ പോകുന്ന, വേദനയിലൂടെ പോകുന്ന, വിവിധ വിഷയങ്ങളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തെ സഹായിക്കാൻ, ശക്തീകരിക്കാൻ, നിയോഗത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവം ഇന്ന് പകൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായി ഞങ്ങളുടെ മധ്യ ഉലാവുന്നതിനായി സ്തോത്രം. ആ കൃപയിൽ ഞങ്ങളെല്ലാം മറയ്ക്കും വൻ കാര്യങ്ങൾ അങ്ങ് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.